നമ്മളെ വീക്ക്നെസ്സിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടിയില്ല. കാരണം എല്ലാ മനുഷ്യർക്കും സ്ട്രെങ്ത് ഉള്ളതോടൊപ്പം വീക്ക്നെസ്സും ഉണ്ടാവും. ഞാൻ വെറുതെ ഭൂമിയിലേക്ക് ഇങ്ങനെ വന്ന് നടക്കുന്ന ഒരാളല്ല. പലതരത്തിലുള്ള സ്ട്രെങ്ത് എനിക്കുണ്ട്. അത് ഇൻബോണായി ലഭിക്കുന്നതാണ്. നമ്മൾ കടയിൽ പോയി വാങ്ങുന്നതല്ല, അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കുന്നതല്ല. ജന്മസിദ്ധമായി തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി, അതിലെ ന്യൂറോൺ നെറ്റ്വർക്കുകളുടെ ഒരു കപ്പാസിറ്റി, ഇതെല്ലാമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇൻബോൺ ആണെന്നാണ് പറയുക, ഇന്നേറ്റ് ആണെന്നും പറയും. ജന്മസിദ്ധമായി തന്നെ ഉള്ളതാണ്. ഇവിടെ ഒന്നും നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന്, നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് നോക്കുന്നില്ല, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കുന്നില്ല. അങ്ങനെ നോക്കാതെ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്, എത്ര തരമുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ എന്തിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണം. ആപ്റ്റിറ്റ്യൂഡ് അത്ര നിർബന്ധമല്ലല്ലോ, പരീക്ഷ പോലെ നിർബന്ധമായ ഒരു കാര്യമല്ലല്ലോ, സ്കൂളിൽ പോകുന്നത് പോലെ നിർബന്ധമായ കാര്യമല്ലല്ലോ, ഫീസ് അടക്കുന്നത് പോലെ നിർബന്ധമായ കാര്യമല്ലല്ലോ, വസ്ത്രമിടുന്നത് പോലെ അത്ര നിർബന്ധമായ കാര്യമല്ലല്ലോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇല്ലാതെയും ജീവിച്ചുകൂടെ, പരീക്ഷ എഴുതിക്കൂടെ എന്നൊക്കെ സ്വാഭാവികമായും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ തോന്നാം. പക്ഷേ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ വേണ്ടത്ര തിരിച്ചറിയാൻ ശ്രമിച്ചാൽ തീർച്ചയായും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ ചെയ്തിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ കപ്പാസിറ്റികൾ എന്താണെന്ന് കണ്ടെത്തുകയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ ചെയ്യുന്നത്, അഭിരുചി പരീക്ഷയിലൂടെ ചെയ്യുന്നത്, അഭിരുചി ടെസ്റ്റിലൂടെ ചെയ്യുന്നത്. അതുപോലെ അഭിരുചികൾ അസസ് ചെയ്യാനുള്ള, കണ്ടെത്താനുള്ള പലതരത്തിലുള്ള സയൻറ്റിഫിക് അസസ്മെൻറ്റുകളിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുകയാണ്, നമ്മളെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. നമ്മളെ വീക്ക്നെസ്സിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടിയില്ല. കാരണം എല്ലാ മനുഷ്യർക്കും സ്ട്രെങ്ത് ഉള്ളതോടൊപ്പം വീക്ക്നെസ്സും ഉണ്ടാവും. ഒരാൾ വീക്ക്നെസ്സിനെ പറ്റി ഇരുന്ന് ആലോചിക്കാൻ പോയാൽ ഒരുപക്ഷെ എവിടെയും എത്താൻ സാധിക്കില്ല. പക്ഷേ എല്ലാവർക്കും എന്തെങ്കിലും സ്ട്രെങ്ത് ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയും, ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടത്, ഞാൻ വെറുതെ ഭൂമിയിലേക്ക് ഇങ്ങനെ വന്ന് നടക്കുന്ന ഒരാളല്ല. പലതരത്തിലുള്ള സ്ട്രെങ്ത് എനിക്കുണ്ട്. അത് ഇൻബോണായി ലഭിക്കുന്നതാണ്. നമ്മൾ കടയിൽ പോയി വാങ്ങുന്നതല്ല, അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കുന്നതല്ല. ജന്മസിദ്ധമായി തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി, അതിലെ ന്യൂറോൺ നെറ്റ്വർക്കുകളുടെ ഒരു കപ്പാസിറ്റി, ഇതെല്ലാമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇൻബോൺ ആണെന്നാണ് പറയുക, ഇന്നേറ്റ് ആണെന്നും പറയും. ജന്മസിദ്ധമായി തന്നെ ഉള്ളതാണ്. ഇത് കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ കോഴ്സുകളെയും അതുപോലെ തന്നെ കരിയറുകളെയും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ആ സ്ഥാനത്ത് ഇതൊന്നും കണ്ടെത്താതെ സ്കൂളിൽ ചേർത്തു, സ്കൂളിൽ പോകുന്നു, കോഴ്സുകൾ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു. ചിലത് എടുക്കുന്നത് കൂട്ടുകാർ പറയുന്നത് കൊണ്ടായിരിക്കും, വേറെ ചിലത് പാരൻസ് പറയുന്നത് കൊണ്ടായിരിക്കും, വേറെ ചിലത് നമുക്കൊന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും, ചിലത് കരിയറിന് സാധ്യതയുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇവിടെ ഒന്നും നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന്, നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് നോക്കുന്നില്ല, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കുന്നില്ല. അങ്ങനെ നോക്കാതെ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പം എൻജിനീയറിങ്ങിന് വേണ്ട കഴിവ്, എൻജിനീയർ ആകാൻ വേണ്ട ചില സ്കിൽ സെറ്റ് ഉണ്ട്, അത് എൻജിനീയർക്ക് മാത്രം ഉള്ള സ്കിൽ സെറ്റാണ്. ഡോക്ടർ ആകാൻ വേണ്ട സ്കിൽ സെറ്റ് മറ്റൊന്നാണ്. മാനേജർ ആകാൻ വേണ്ട സ്കിൽ സെറ്റ് ഇവർക്ക് 2 പേർക്കും ഉള്ളതല്ല, ഇവർക്ക് 3 പേർക്കുമുള്ള സ്കിൽ സെറ്റല്ല ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏത് മേഖലയിലേക്ക് പോകണം, ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമുക്ക് സാധ്യതയുള്ള സ്കിൽ സെറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാൻ സാധിച്ചാൽ നമ്മുടെ കോഴ്സുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും, കരിയറുകൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും, പെർഫോമൻസ് വളരെ വണ്ടർഫുള്ളായിരിക്കും. ആ സ്ഥാനത്ത് വളരെ റാൻഡമായി ഏതെങ്കിലും തിരഞ്ഞെടുക്കുന്നു, തൊട്ടടുത്തുള്ള കോളേജിൽ പോകുന്നു, അവിടെയുള്ള ഏതെങ്കിലും കോഴ്സുകൾ എടുക്കുന്നു, സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുന്നു, നമ്മൾ സയൻറ്റിഫിക്കായി കൺഫേം ചെയ്യുന്നില്ല, നമുക്ക് തോന്നുന്നു ഇന്ന സ്ട്രെങ്ത് എനിക്കുണ്ട്, പക്ഷേ ആ സ്ട്രെങ്ത് ഉണ്ടാകണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ചില ഏരിയകളിൽ വളരെ വീക്കാണ്, പക്ഷേ ഇൻബോണായി ഒരുപക്ഷെ അതിൽ സ്ട്രെങ്ത് ഉണ്ടാകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സയൻറ്റിഫിക്കായി കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി കോഴ്സുകളും കരിയറുകളും പ്ലാൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ എത്രയോ പൈസയാണ് അല്ലാത്ത ധാരാളം കാര്യങ്ങൾക്ക് ചിലവാക്കുന്നത്. ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സ് എടുക്കാൻ മാത്രം ചിലപ്പോൾ 2000 രൂപയോ 3000 രൂപയോ ചിലവാക്കും. പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലേക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മളെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ ഒരു കാര്യമാണ്. അതിന് വലിയ എക്സ്പെൻസ് വന്നാൽ പോലും ലൈഫുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നാം അതിലേക്ക് പോകാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ അഭിരുചി കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ജീവിത വിജയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എഡ്യൂക്കേഷൻ മേഖലയിലും കരിയറിലും നമ്മൾ ഏത് മേഖലയിൽ എക്സലൻ്റ് ആകാം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു മസ്റ്റാണ്. അത് ചെയ്യാതെ റാൻഡമായി പോയാൽ ഒരു പക്ഷേ
നമ്മൾ എവിടെയെങ്കിലും എത്തിയെന്ന് വരാം. ഒരുപക്ഷെ പിന്നീട് നാം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഇന്ന മേഖലയിൽ വലിയ കഴിവായിരുന്നു, പക്ഷേ അതന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. നേരത്തെ അത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ, എൻ്റെ കരിയർ തന്നെ എത്രമാത്രം ഉയർന്ന ലെവലിലേക്ക് പോകുമായിരുന്നു എന്നൊക്കെ ഇപ്പോഴും വളരെ ഡെസ്പായി സംസാരിക്കുന്ന സീനിയേഴ്സായ ധാരാളം പേരെ നമുക്ക് കാണാം. കാരണം പഴയ കാലത്ത് ഇതൊന്നും അത്ര ഉണ്ടായിരുന്നില്ല, ലഭ്യമായിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഓൺലൈനായും അതുപോലെ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് MI അസസ്മെൻറ്റ്. ഒരു വ്യക്തിയുടെ ഓവറോളായ കപ്പാസിറ്റികൾ, സ്ട്രെങ്ത് കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അത്തരം അസസ്മെൻറ്റിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വളരെ കൃത്യമായി ഒരു ഹൈസ്കൂൾ പ്രായം മുതൽ തന്നെ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡും അതുപോലെ തന്നെ തുടർന്നു വരുന്ന കരിയറുകളുമെല്ലാം പ്ലാൻ ചെയ്യാൻ സാധിക്കും, സ്ട്രെങ്ത് കണ്ടെത്താൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന, ജീവിതത്തിന് വേണ്ടി നമ്മുടെ ഏറ്റവും വലിയൊരു സംഭാവനയായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്ന പലരും നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ റിലേറ്റീവ്സിനിടയിൽ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ കണ്ടേക്കാം. അവർക്കിത് പ്രയോജനപ്പെടുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, കാരണം ഒരു സിംഗിൾ കോളിലൂടെ തീർക്കാൻ പറ്റാത്ത, ഇരുന്ന് വിശദമായി നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സംശയങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ അതും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്